ഇതൊക്കെ ഇപ്പോഴും ഓർക്കണോ? എന്നാലും ഇത് വല്ലാത്ത സർപ്രൈസ് ആയിട്ടാ. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതൊരു അവസാന ശ്രമമായിരുന്നു. ഈ ജീവിതം ഇനി പെണ്ണ് കിട്ടാതെ ജീവിക്കേണ്ടി വരുമോ എന്തോ. എൻ്റെ അമ്മോ, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യാണ്ടായി. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഓരോരുത്തന്മാര് മിഠായി കൊടുക്കുന്ന റീല് കണ്ട് കണ്ട് ഒരു വഴിക്കായി. പണ്ടൊക്കെ നമ്മള് കുട്ടികളായിരുന്നപ്പോൾ വലിയ ആളുകൾ കല്യാണം അയക്കുന്നതാണ്. ഇപ്പൊ നമ്മള് വലുതായപ്പോ ചെറിയ കുട്ടികൾ കല്യാണം അയക്കുന്നതാണ്. ഇതെന്ത് തേങ്ങയത്? എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇന്ന് ഡിലീറ്റ് ചെയ്യും. അല്ല പിന്നെ ഇതെങ്ങനെ നടക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ പറയുന്നത് ഗൾഫുകാരനെ വേണ്ടത്ര. നമ്മുടെ മൂല്യം രൂപ ഇടിയുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ല നബീലെ, പെണ്ണുകാൾ ഹാഫ് സെഞ്ചുറി അടിച്ചാ? ഞാൻ മനുവേ ചുമ്മാ ശവത്തെ കുത്തരുത്. ഒന്നാ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. പെണ്ണുങ്ങളെടാ, നിനക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചല്ലേ? ആ സർപ്രൈസ് കണ്ട് പൊളിക്ക്. ക്ഷമയില്ലാതെ ഇവനൊക്കെ സർപ്രൈസ് കൊടുക്കുന്നത് എന്നെ വേണം തല്ലേ. ഡാ, നീ നിന്റെ 51ാമത്തെ പെണ്ണുകാളില് ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് തയ്യാറായിക്കോ. നിങ്ങളിത് ആരെ വേഷം കെട്ടിച്ചോണ്ട് വരുന്ന കാര്യമാണ് പറയുന്നത്? മനുവേണ്ണ സെറ്റപ്പ് നിനക്ക് ശരിക്കറിയില്ല. അവിടെ കാണിച്ചു കൊടുക്കും മനുവേട്ടാ. ഞാൻ നമ്മുടെ കബീർക്കല്ലേ, ആളുടെ മോളെ കണ്ടിരുന്നു. നല്ല കുട്ടി, മൊഞ്ചത്തി. ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. നിന്റെ നാട്ടിൽ തന്നെയാണ് ആളുടെ വീട്. ഞാൻ നിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. ഇപ്പോൾ ഓഫീസ് കഴിഞ്ഞ് അവളിവിടെ വരും. ചെക്കൻ്റെ മുഖത്ത് നിലാവതിക്കണ കണ്ട. ഇതാവുമ്പോ ഗൾഫുകാരനെ വേണ്ടാന്ന് പറയില്ലല്ലോ. രണ്ടുപേരും ഗൾഫല്ലേ, ഗൾഫ് വരേണ്ട സമയം ആയല്ലോ. ഇതാ വരുന്നു. ഇത് ആമിനയല്ലേ? ഞാൻ പണ്ട് മൗണ്ടസിനെ പഠിച്ചപ്പോൾ +2 പഠിച്ചിരുന്ന ആമിന. ഞാൻ അറിയും ആമിന. ഇത് പിന്നെയും പ്രശ്നമാവും. ഇനി എന്താ പ്രശ്നം? നിനക്ക് അവളെ അറിയാം, അവൾക്ക് നിന്നെ അറിയാം. അത് തന്നെയാടാ പ്രശ്നം. അവൾക്ക് എന്നെ അറിയാം. സത്യം പറ, നിനക്ക് ഞങ്ങൾ അറിയാത്തതും അവൾ അറിയുന്നതുമായ വല്ല അവിഹിതവും? അതൊന്നും അല്ലടാ. പണ്ട് മൗണ്ടസിനെ പഠിക്കുമ്പോൾ ഇവർക്ക് എന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. അന്ന് അവൾ ഐ ലവ് യു പറഞ്ഞതുവാ. പക്ഷെ ഞാനൊന്ന് നോ പറഞ്ഞായിരുന്നു. ഇത്രയേ ഉള്ളൂ? ഞാനങ്ങോട്ട് പേടിച്ചു പോയി. ഇത് നിസ്സാരം. അന്ന് പറഞ്ഞ ഐ ലവ് യു ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേക്കണം. എന്നാ നിങ്ങൾ സംസാരിച്ചില്ലേ, ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം. എടാ നബീലെ, നീയാണ് എന്റെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത്. ഉപ്പ വിളിച്ച് പറഞ്ഞിരുന്നോ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതെന്ന്. എന്നാലും ഇത് വല്ലാത്ത സർപ്രൈസ് ആയിട്ടാ. അവനെ അത് നീയാണ് വരുന്നതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ ആയിരിക്കും വിധി. പിന്നെ ഞാൻ പണ്ടൊരു നോ പറഞ്ഞതിന് ഇപ്പോഴാകും യെസ് പറയാൻ പടച്ചോ നിശ്ചയിച്ചിരിക്കുന്നത്. നീ ഇതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? എന്തായാലും അന്ന് നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു നബീലെ. ഓരോ പ്രായത്തിലെ ഓരോ മണ്ടത്തരങ്ങൾ. പക്ഷെ നമുക്കിനി ഇത് വേണ്ട നബീലെ. അന്നത്തെ എന്ത് കാരണം കൊണ്ടാണേലും നിന്റെ മനസ്സിൽ എന്നോടൊരു ഇഷ്ടക്കുറവ് കിടക്കുന്നുണ്ട്. ഇനിയുള്ള കാലം ഒന്നിച്ച് ജീവിക്കാനുള്ളതല്ലേ. എന്നെങ്കിലും ആ ഇഷ്ടക്കുറവ് തിരിച്ചു വന്നാലും. ആമിന, ഇതൊക്കെ ഇപ്പോഴും ഓർക്കണോ? നമ്മൾ എന്നും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും നബി. നബീലെ, എന്താ അവന് പറഞ്ഞേ? സെറ്റല്ലേ? എന്ത് പറയാൻ, ഇതൊന്നും